ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മത്തങ്ങ തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ങ തോരനാണിത്. ഇത് ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല കേട്ടോ, ഇത് മാത്രം മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മത്തങ്ങ തോരൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം. വരൂ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 5 സാദാ മുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളകാണെങ്കിൽ ഒരു 7-8 ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 7-8 അല്ലി ചെറിയ ഉള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടണം. മുളകും അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഏകദേശം മുളകൊക്കെ ഫ്രൈ ആയി കിട്ടി. ഇനി നമുക്കിതിലേക്ക് 1.5 സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിനകത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലിട്ട് വേണം നമുക്കിതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ആ തേങ്ങ ഒരു ചെറുതായിട്ടൊന്ന് വാടി കിട്ടണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് വാടി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കണമേ. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 200 ഗ്രാം മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് സ്ക്വയറായിട്ട് അരിഞ്ഞിട്ട് കഴുകി സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തേങ്ങയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കണക്കാക്കി വേണം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാനേ. അപ്പോൾ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മത്തനിൽ നിന്ന് തന്നെ കുറേശ്ശെ വെള്ളം ഇറങ്ങി വന്നുകൊള്ളും. അതുകൊണ്ട് നമുക്ക് മത്തൻ വെന്ത് കിട്ടും. ഇനി ഒരു അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആയി കിട്ടും. അതുവരെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. കൂടുതലൊന്നും അങ്ങ് ഉടഞ്ഞ് ചേരേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ കുറച്ച് വൻപയർ ഒന്ന് കുക്കറിലിട്ട് ഉപ്പും ഇട്ടിട്ട് ഒരു 7-8 വിസിലൊക്കെ ഒന്ന് വേവിച്ച് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മത്തനൊക്കെ ഇതുപോലെ ഒന്ന് മധ്യഭാഗത്തായിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കാം. ഒരു 30 സെക്കൻഡ് നമുക്ക് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അരപ്പിട്ട് കൊടുക്കാവേ. അപ്പോൾ അരപ്പ് ഇടുന്നതിന് മുമ്പായിട്ട് മധ്യഭാഗം ഇതുപോലെ ഒന്ന് കുഴിച്ച് കൊടുത്തിട്ട് അവിടെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് 4 ഭാഗത്ത് നിന്നും ഒന്ന് മധ്യത്തോട്ട് ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഒന്ന് ആ പച്ച ചുവ ഒന്ന് മാറാൻ വേണ്ടി നമുക്ക് അടച്ച് വെക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകമാണേ. അപ്പോൾ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റിയുമാണ്. ഇത് ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേറൊരു കറിയുടെയും ആവശ്യമില്ല. ഇത് മാത്രം കൊണ്ട് നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ തോരൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്